ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ RRB-JEE എക്സാമിൻ്റെ എക്സ്പെക്റ്റഡ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ജൂലൈ മാസമാണ്. അതിന് മുന്നേ ജൂണിൽ തന്നെ നമുക്ക് നമ്പർ ഓഫ് വേക്കൻസീസ് RRB അതാത് സോണ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരുന്നത് ഏത് സോണാണ്, അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് പോയി വരാൻ പറ്റിയ സോൺ ഏതാണ്, അങ്ങനെയൊക്കെ വേക്കൻസീസിൻ്റെ ബേസിലും നമ്മുടെ കൺവീനിയൻസിൻ്റെ ബേസിലും നമുക്ക് ഒന്ന് തീരുമാനമെടുക്കാൻ ഉള്ള സമയമായിട്ടുണ്ട്. ബിക്കോസ് ജൂൺ മന്തിൽ നമുക്ക് വേക്കൻസീസ് പബ്ലിഷ് ചെയ്യും. ജൂലൈയിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ എന്തായാലും ഒരു 90% പ്രതീക്ഷിച്ച് തന്നെ പോവാം. അപ്പോൾ നമുക്ക് RRB-JEE എക്സാം എന്ന് പറയുന്നത് പലർക്കും, എസ്പെഷ്യലി നമുക്ക് സൗത്ത് സൈഡിലോട്ട് അത്യാവശ്യം പരിചയക്കുറവുള്ള ഒരു എക്സാമാണ്. അത്ര പോപ്പുലറായിട്ട് കേരള PSC എക്സാംസ് എഴുതുന്ന പോലെ കാൻഡിഡേറ്റ്സ് RRB-JEE എക്സാം അപ്രോച്ച് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ RRB-JEE എക്സാമിനെ കുറിച്ച് ഒരു ഓവർവ്യൂ തരാനും, അതുപോലെ തന്നെ RRB-JEE ടയർ 1 ടയർ 2 ക്രാക്ക് ഞാൻ ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് ഞാൻ പഠിച്ച രീതി എങ്ങനെയാണ് ഈ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്തത്, ഏതാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത്. സോ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് RRB-JEE എന്ന് പറയുന്നത് പല സോണുകളിലായി നമുക്ക് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നടത്തുന്ന എക്സാമാണ്. ജൂനിയർ എഞ്ചിനീയർ തസ്തികയിലേക്കാണ് എക്സാംസ് നടത്താറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിംപിളി ഒരു ടയറായിട്ട് എഴുതാൻ പറ്റുന്ന എക്സാം അല്ല. അപ്പോൾ ഈ ഏതൊരു എക്സാമിന് നമ്മൾ എഴുതാൻ തുടങ്ങുന്നതിന് മുന്നേ, അല്ല അപ്രോച്ച് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമുക്ക് വേണ്ട അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ്. ഈ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്ന ഫാക്ടർ ഇല്ല, നമ്മളെ കൊണ്ട് ഇത് പറ്റത്തില്ല, നമ്മൾ എന്തിനാണ് ഇത് പോകുന്നത് എന്നൊരു രീതിയിൽ നമ്മൾ ഒരെണ്ണം അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ നമ്മുടെ ഗോളിലേക്ക് എത്തത്തില്ല. സോ ഒരു ഫേമസ് കോട്ട് നമുക്ക് നോക്കാം. ഇഫ് യു തിങ്ക് യു ക്യാൻ ഡു എ തിങ് ഓർ ഇഫ് യു തിങ്ക് യു കാൺ ഡു എ തിങ് യു ആർ റൈറ്റ്. അതായത് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചാലും ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചാലും നമ്മൾ കറക്റ്റാണ്. നമ്മളാണ് തീരുമാനിക്കുന്ന വെദർ വി ക്യാൻ ഡു എ തിങ് ഓർ വി ക്യാൻ നോട്ട് ഡു എ തിങ്. അപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇത് നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം. എന്നിട്ട് ആ ഒരു കോൺഫിഡൻസോട് കൂടി മാത്രം എക്സാംസിനെ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ RRB-JEE എന്ന് പറയുന്നത് നമുക്ക് ഒരു എക്സാമായിട്ട് നടത്തുന്ന, അതായത് 2 ടയർ എക്സാമാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. അതായത് നമുക്ക് എക്സാമിൻ്റെ പാറ്റേണും എന്തൊക്കെയാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള ആദ്യം ഒരു ഓവർവ്യൂ തന്നിട്ട് നമുക്ക് പ്രിപ്പറേഷൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്കുള്ളത് ടയർ 1 എക്സാമാണ്. ടയർ 1 എക്സാം എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, അതായത് CBT 1 ആണ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയും. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് സ്റ്റേജ് ക്വാളിഫൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ മാത്രം ഉൾപ്പെടുത്തി നടത്തുന്ന സെക്കൻഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. ഇനി അതിനുശേഷം നമുക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ട്. അതായത് നമ്മൾ കൊടുത്ത ഡോക്യുമെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യുന്ന ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും അതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഡിക്കൽ എക്സാമിനേഷനും നടക്കും. ഇത്രയും സ്റ്റേജസ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വിത്ത് കൺഫേംഡ് കാൻഡിഡേറ്റ്സ് ആൻഡ് വെയിറ്റിംഗ് ലിസ്റ്റ് ഓരോ RRB-കളും സ്പെഷ്യലി ഓരോ സോണുകളും പബ്ലിഷ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എക്സാം വരിക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 2 ടയർ എക്സാം ഉണ്ട്. നമുക്ക് ഇതൊക്കെ സാധാരണ നമ്മുടെ ആപ്ലിക്കേഷൻ ഫീയും കാര്യങ്ങളൊക്കെയാണ്. അതൊന്നും നമ്മൾ അതിലേക്ക് വരുന്നില്ല. നമ്മളിപ്പോൾ എക്സാമിൻ്റെ കാര്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് മെയിൻലി JEE, അതായത് ജൂനിയർ എഞ്ചിനീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഡിപ്ലോമ ആയിരിക്കും ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതും ഡിപ്ലോമ തന്നെയാണ് ബേസിക് ക്വാളിഫിക്കേഷൻ. BTech MTech ഉയർന്ന യോഗ്യതയുള്ളവർക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഏജ് ലിമിറ്റ് മിനിമം 18, മാക്സിമം 33 ആണ്. ഓരോ റിസർവേഷൻ കാറ്റഗറി അനുസരിച്ച് അതിൻ്റേതായ റിലാക്സേഷൻസ് നമുക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പറയാം നമ്മുടെ ടയർ 1 എക്സാം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ് CBT 1 എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ്ലി 2 MCQs ആണ്, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ അതിനകത്ത് നമുക്ക് നമ്മുടെ CBT 1 എന്ന് പറയുന്നത് ടൈം ലിമിറ്റ് 90 മിനിറ്റ്സ് ആണ്. നമുക്ക് എക്സാമിൻ്റെ പാറ്റേണിലേക്ക് വരാം. നമുക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയണമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് RRB-JEE പാറ്റേൺ അല്ലെങ്കിൽ നമ്മുടെ എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞാൽ പേപ്പർ 1നെ കുറിച്ച് ആദ്യം പറയാം. പേപ്പർ 1 അഥവാ CBT 1 എന്ന് പറയുന്നത് എല്ലാവർക്കും, അതായത് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നിക്കൽ എക്സാംസ് മാത്രം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ക്രാക്ക് ചെയ്യാനായിട്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ 2019 ഈ ഒരു എക്സാം വന്ന സമയത്ത് കുറച്ച് നമ്മുടെ സാധാരണ ജനറൽ നോളജും ബാക്കി നമ്മുടെ സയൻസ് ഫിസിക്സ് ഒക്കെ നമ്മൾ സാധാരണയുള്ള SSC എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടാണ് ടയർ 1 എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. അല്ലാതെ ടെക്നിക്കലി ഉള്ള നോളജ് എത്ര നമ്മൾ സ്ട്രോങ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ടയർ 1 അഥവാ CBT 1 ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. ആദ്യമേ അത് കുറച്ച് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഫാക്റ്റ് ആണെങ്കിലും ആക്ച്വലി അതാണ് സത്യം. നമ്മുടെ ടെക്നിക്കലി എത്ര സ്ട്രോങ് ആണെങ്കിലും CBT 1 നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുക. അതായത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നമുക്ക് പേപ്പർ 1 ഉണ്ടാവുക മാത്തമാറ്റിക്സ് ആണ്,
മാത്തമാറ്റിക്സ് ഓഫ് കോഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും, ബട്ട് ആ ലിമിറ്റഡ് ടൈമിനുള്ളിൽ ചെയ്യണം. അതായത് ഇപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എസ്പെഷ്യലി ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ ഈ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് മാത്തമാറ്റിക്സ് വലിയ ബുദ്ധിമുട്ടല്ല. അവർ ക്വസ്റ്റ്യൻസ് ചെയ്യും, പക്ഷേ കുറച്ച് ടൈം എടുക്കും. പക്ഷേ നമുക്ക് ഇവിടെ അതല്ല വേണ്ട, നമുക്ക് ആ ടൈം ഫ്രെയിമിനുള്ളിൽ ചെയ്ത് തീർക്കാം. അപ്പോൾ മാത്തമാറ്റിക്സ് നമ്മൾ ഷോർട്ട് കട്ടിലൂടെയും ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ തന്നെ സോൾവ് ചെയ്യണം. അപ്പോൾ അതിനെന്ത് വേണം? പ്രാക്ടീസ് വേണം. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് കണ്ട് ക്ലാസ്സസിൽ നിന്ന് ആ ഒരു ഷോർട്ട് കട്ടുകൾ മനസ്സിലാക്കി, ആ ഷോർട്ട് കട്ടുകൾ മനസ്സിലാക്കി പഠിച്ചു വെച്ചിട്ടും കാര്യമില്ല, നമ്മൾ മറന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ പഠിച്ച ഷോർട്ട് കട്ട്സ് അപ്ലൈ ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യണം. പിന്നെ നമുക്കുള്ളത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ആണ്. അതും നമ്മൾ പ്രാക്ടീസിലൂടെ കുറച്ച് സ്പീഡാക്കി എടുക്കേണ്ട കാര്യമാണ്. പിന്നെ ജനറൽ അവയർനെസ്, ജനറൽ സയൻസ്, ഇതൊന്നും ആക്ച്വലി ടെക്നിക്കൽ എക്സാംസിന് മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കണക്ഷനും ഇല്ലാത്ത ഫീൽഡാണ്. അതാണ് ഞാൻ പറഞ്ഞത്. എന്നെ സംബന്ധിച്ച് SSCയുടെ പല എക്സാംസിനും ആ സമയത്ത് പഠിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തതിന് ശേഷം RRB JEE എക്സാമിൻ്റെ ടയർ 1 ഡേറ്റ് ഫൈനലൈസ് ചെയ്ത് വന്ന ആ ഒരു നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു CBT 1 ഡേറ്റിനും ഇടയിലൊരു ഗ്യാപ്പുണ്ട്. കൺഫേംഡ് ഡേറ്റ് ആവുന്നതിന് മുന്നേ തന്നെ CBT 1 പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. CBT 1 മാത്രമാണോ ആ സമയത്ത് പഠിച്ചതെന്ന് ചോദിച്ചാൽ അല്ല, CBT 2 പാരലലി പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ടെക്നിക്കലി കുറച്ച് സ്ട്രോങ് ആയിട്ട് എനിക്ക് കുറച്ച് ടെക്നിക്കൽ നോൺ ടെക്നിക്കലിനെ അപേക്ഷിക്കുമ്പോൾ ഇത്തിരി വെയിറ്റേജ് ഉണ്ടായതുകൊണ്ട്, അതായത് എൻ്റെ നോളജ് വൈസ് ഇത്തിരി മുകളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ആ CBT 2 എന്ന് പറയുന്നത് നമ്മുടെ CBT 1 ഒപ്പം പഠിക്കുമ്പോൾ അതൊരു ബേർഡനായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ നിങ്ങളിപ്പം ഈ പറഞ്ഞ പോലെ ടെക്നിക്കലി നിങ്ങൾക്ക് വീണ്ടും ടെക്നിക്കലിലുള്ള നോളജ് അത്ര സ്ട്രോങ് അല്ല, നിങ്ങൾ ബിഗിനിങ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ ഈ CBT 1 പഠിക്കുന്നതിൻ്റെ അത്ര സമയം തന്നെ CBT 2 പാരലലി പഠിച്ചുകൊണ്ട് തന്നെ പോകണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CBT 1 എക്സാം കിട്ടി, നിങ്ങൾ ഈവൻ ഇഫ് ക്വാളിഫൈ ചെയ്ത് CBT 2 എക്സാമിലേക്ക് വരുവാണ്, നിങ്ങൾക്ക് അറിയത്തില്ല വെദർ യു വിൽ ബി ക്വാളിഫൈങ് ഓർ നോട്ട്. നിങ്ങൾക്കൊരു സംശയമാണ്, ക്വാളിഫൈ ചെയ്യുമോ ഇല്ലയെന്ന് അറിയത്തില്ല, അതുകൊണ്ട് പഠിക്കുന്നില്ല എന്ന് വിചാരിക്കരുത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ CBT 1 CBT 2 ഇടയ്ക്കുള്ള ഗ്യാപ്പ് വളരെ കുറവാണ്. ഈ ഒരു ഫാക്റ്റ് മനസ്സിലാക്കി CBT 1 പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ CBT 2 പഠിക്കുക. ഞാൻ പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് CBT 1 CBT 2 തമ്മിൽ ഇത്ര ഗ്യാപ്പേ ഉണ്ടാകത്തുള്ളൂ എന്ന് സത്യമായിട്ടും അറിയത്തില്ലായിരുന്നു. പക്ഷേ പാരലലി ടെക്നിക്കൽ മറന്നു പോവാതിരിക്കാൻ വേണ്ടി, ടെക്നിക്കലിൻ്റെ ടച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ടെക്നിക്കൽ പഠിച്ചിരുന്നത്. പക്ഷേ അത് നമുക്ക് എന്തായി മാറി ഉപയോഗപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ടയർ 1 പഠിക്കുന്ന CBT 1 എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിനൊപ്പം തന്നെ CBT 2 പാരലി പഠിച്ച് കൊണ്ടുപോകാം. ഓക്കെ, 100 മാർക്കിൻ്റെ പരീക്ഷയാണ്, 90 മിനിറ്റാണ് നമ്മുടെ സമയം. ആലോചിക്കുക, 100 മാർക്ക് 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഈ 100 ക്വസ്റ്റ്യനാണ് നമ്മൾ 90 മിനിറ്റിനകത്ത് എഴുതി തീർക്കേണ്ടത്. ഹിയർ നമ്മുടെ ഫാക്റ്റ് എന്ന് പറയുന്നത് ടൈമാണ്, അതല്ലെങ്കിൽ സ്പീഡാണ്. ടൈമും സ്പീഡും അല്ലെങ്കിൽ സ്പീഡിൽ നമ്മൾ എത്രത്തോളം സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നോ അതാണ് ഫാക്റ്റായിട്ട് വരിക. അപ്പോൾ മാത്തമാറ്റിക്സ് പെട്ടെന്ന് ചെയ്യണം. ഓരോ ക്വസ്റ്റ്യനും 1 മിനിറ്റ് പോലും നമുക്ക് സ്പെൻഡ് ചെയ്യാനില്ല. ലെസ് ദാൻ 1 മിനിറ്റിൽ നമ്മൾ ചെയ്തു പോകണം. ചെയ്തു പോകുമ്പോൾ തെറ്റാതിരിക്കാൻ നോക്കണം. സ്പീഡ് വേണം, അക്യുറസിയും വേണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രാക്ടീസിലൂടെയും കണ്ടിന്യൂസ്ലി പഠിക്കുന്നതോടെ മാത്രം. അപ്പോൾ നിങ്ങളൊരു ദിവസം 24 മണിക്കൂർ നിങ്ങളുടെ കയ്യിലുണ്ട്. വർക്കിംഗ് ആവാം, നോൺ വർക്കിംഗ് ആവാം. നിങ്ങൾ CBT 1 പഠിക്കുന്ന പോലെ തന്നെ CBT 2 പാരലി പഠിച്ചു പോകണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല CBT 2. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ CBT 1 കാര്യം കഴിഞ്ഞു. CBT 2 എന്ന് പറയുന്നത് CBT 1 ക്വാളിഫൈ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് മാത്രം നടത്തുന്ന എക്സാം. അതായത് ഒരു പർട്ടിക്കുലർ കട്ട് ഓഫ് മാർക്ക് ഉണ്ടായിരിക്കും. ആ CBT 1 മാർക്കിന് മേലെ വരുന്ന കാൻഡിഡേറ്റ്സിന് മാത്രമായിരിക്കും CBT 2 അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഒരു കാര്യമെന്ന് വെച്ചാൽ CBT 1 മാർക്ക് നമ്മളെ RRB JEEയുടെ സെലക്ഷൻ ക്രൈറ്റീരിയ ഒരു ഭാഗത്തും എടുക്കുന്നതല്ല. നമുക്ക് ഈ CBT 1 മാർക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ക്വാളിഫയിങ് എക്സാം മാത്രമാണ് CBT 2 എഴുതാനായിട്ട്. അത് വേറൊരു സ്ഥലത്തും വേറൊരു സ്റ്റേജിലും റിക്രൂട്ട്മെൻറ്റിന് ഒരു ക്രൈറ്റീരിയ അല്ല. ഓക്കെ, അപ്പം ഇനി നമുക്ക് CBT 2 വരാം. CBT 2 നമുക്ക് ജനറൽ അവയർനെസ് CBT 1 പോലെ തന്നെയുണ്ട്. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഉണ്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട്, എൻവയറമെൻറ്റൽ ആൻഡ് ബേസിക്സ് ഉണ്ട്. അതുപോലെ തന്നെ 100 മാർക്കിന് നമുക്ക് ടെക്നിക്കൽ എബിലിറ്റി ഉണ്ട്. അതായത് ടോട്ടലി നമുക്ക് 150 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഈ 150 ക്വസ്റ്റ്യൻസിൽ 100 ടെക്നിക്കലും 50 നോൺ ടെക്നിക്കലുമാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പം 100 ടെക്നിക്കലും 50 നോൺ ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ ഇവിടെ വെയിറ്റേജ് ആർക്കാർക്കാണ്? ടെക്നിക്കലിനാണ്. ടെക്നിക്കലിന് 100 മാർക്കിൽ നിങ്ങൾക്ക് എത്ര സ്കോർ ചെയ്യാൻ പറ്റുന്നു. പിന്നെ നോൺ ടെക്നിക്കലിൽ നിങ്ങൾ മുന്നേ പഠിച്ചതിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബേസിക്സും എൻവയറമെൻറ്റ് ആൻഡ് പൊല്യൂഷനൊക്കെ നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ അരിഹന്ത് പബ്ലിക്കേഷൻസിൻ്റെയോ അല്ലെങ്കിൽ
അല്ലെങ്കിൽ RRB JEE ബേസ്ഡ് ആയിട്ടുള്ള റിവ്യൂ നോക്കി ബുക്സ് വാങ്ങി അതിൻ്റെ ഷോർട്ട് പോയിൻറ്റ്സ് ഞാൻ പഠിച്ചിരുന്നത് എൻവയൺമെൻറ്റൽ ആൻഡ് പൊല്യൂഷനും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബേസിക്സും ഒന്നും ബുക്ക് വായിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിരുന്നില്ല. ഈ ഗൈഡുകൾ, അതായത് RRB JEE ഗൈഡുകൾ എടുത്തിട്ട് അതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് മാത്രം നോട്ട് ചെയ്താണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ക്ലാസ്സസിലും അതൊക്കെ മാത്രമാണ് കവർ ചെയ്തിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഇനി ബുക്ക് വാങ്ങിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മുടെ കോഴ്സസിലും നമുക്ക് ഈ പരീക്ഷകൾക്ക് ആവശ്യമായിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്താണ് ക്ലാസ്സസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെയുള്ള ആ 20 മാർക്ക് അങ്ങനെ നമ്മുടെ കയ്യിലായി. 100 മാർക്ക് എന്ന് പറയുന്ന ടെക്നിക്കലുണ്ട്. ആ ടെക്നിക്കൽ ഒരു 90 സ്കോർ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ഒരു 70 സ്കോർ ചെയ്താൽ +20 ഇത് രണ്ടും കിട്ടിയ ഒരു 90 ആയി. പിന്നെ എങ്ങനെയായാലും ഫിസിക്സും കെമിസ്ട്രിയും നമ്മുടെ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ എഴുതാൻ സാധിക്കും. സോ 100+ മാർക്ക് കിട്ടാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഡിപ്പെൻഡിങ് അപ്പോൺ ദ വേക്കൻസീസ് ആയിരിക്കും നമുക്ക് കട്ട് ഓഫ് വരിക. കട്ട് ഓഫിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഓൾറെഡി പല സോണിൻ്റെയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോസ് കൂടെ കണ്ടു നോക്കുക. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ആൻ അവയർനെസ് ഓഫ് RRB JEE CBT 1-ൻ്റെയും CBT 2-ൻ്റെയും കട്ട് ഓഫുകൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എക്സാം നടക്കുക. ഇനി ഇത് ഡീറ്റെയിൽ സിലബസ് ഒക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ഇനി അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പോൾ ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. CBT 1 പഠിക്കുന്നതിനോടൊപ്പം തന്നെ CBT 2 പഠിച്ചിരിക്കണം. CBT 2 CBT 1-ൻ്റെ റിസൾട്ട് വന്നിട്ട് പഠിക്കാം എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ CBT 2 എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാർക്ക് കുറവായിരിക്കും. ആൻഡ് ഒരു ഹാർഡ് കോർ ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ CBT 2-ൻ്റെ മാർക്ക് മാത്രമായിരിക്കും നമ്മുടെ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ലിസ്റ്റിൽ വരാനുള്ള ക്രൈറ്റീരിയ. CBT 1 ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ മാത്രമാണ്. സോ CBT 2 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനിയും നമ്മുടെ പേയ്മെൻറ്റിലേക്ക് വരാം. ഇതൊരു JEEയുടെ സാലറി സ്ലിപ്പാണ്, പ്രസൻ്റ്ലി വർക്കിംഗ് ആയിട്ടുള്ള ഒരു JEEയുടെ. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ 78,000 സംതിങ് 64,000 51,000 ഇൻ ഹാൻഡ് കിട്ടിയതാണ്. അതായത് ബേസിക് പേ നമ്മൾ ഒരു മാസം 30 ദിവസം 31 ദിവസം വർക്ക് ചെയ്ത്, അതായത് നമ്മുടെ പേ ഡേയ്സ്, പൈസ കിട്ടുന്ന ഡേയ്സ്. ഗ്രോസ് പേ എന്ന് പറയുന്നത് 85,000 ആണ്. ഗ്രോസ് പേ നിങ്ങൾ നോക്കിയാൽ മതി. 85,991 73 കാണാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ പറയാം, ഏകദേശം 60,000 68,000 എന്തായാലും ഓൺ ആവറേജ് ഒരു 70,000 മേലെ ബേസിക് പേ ഗ്രോസ് പേ ഉണ്ട്. അതിൽ നിന്ന് ഡിഡക്ഷൻസ് ഉണ്ടായിരിക്കും. ഈ ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞാൽ എവിടെയും പോകുന്നതല്ല, നമുക്ക് നാളെ ഒരു ദിവസം നമ്മുടെ കയ്യിൽ കിട്ടുന്ന പൈസ തന്നെയാണ്. എങ്ങനെ നോക്കിയാലും ഇൻ ആവറേജ് ഒരു 60,000 70,000 നമ്മുടെ കയ്യിൽ വരും. അപ്പോൾ സാലറി എന്ന് പറയുന്ന വലിയ കുഴപ്പമില്ലാത്ത സാലറിയാണ്. ആസ് എ ബിഗിനർ അല്ലെങ്കിൽ നമ്മളൊരു സർവീസിൽ കയറുമ്പോൾ ആദ്യം നമ്മുടെ കയ്യിൽ ഇത്രയും കിട്ടുന്നുണ്ടെങ്കിൽ വർഷങ്ങൾ ചെല്ലുമ്പോൾ എത്ര കിട്ടും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് അസർട്ടൻ ചെയ്ത് പറയാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വേരീസ് ഇത് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇത് തന്നെ ആവണം എന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സോൺ, ലൊക്കേഷൻ ഒക്കെ അനുസരിച്ച് ഈ പേയ്മെൻറ്റിന് നേരിയ വേരിയേഷൻസ് അങ്ങനെ വരാം. അപ്പം 50,000 ഒക്കെ ഓൺ ആവറേജ് പറയാം. അതിന് ശേഷം അതിൻ്റെ ഇൻക്രിമെൻറ്റും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ആ ഇൻക്രിമെൻറ്റും കാര്യങ്ങളും എന്ന് പറയുന്നത് നമ്മൾ എത്ര ചെറിയ ഏജിൽ സർവീസിൽ കയറുന്നോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി നമ്മുടെ പ്രൊമോഷൻ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ജൂനിയർ എഞ്ചിനീയറായിട്ട് കയറി കഴിഞ്ഞാൽ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ SSC ആവാം, അസിസ്റ്റൻറ്റ് ഡിവിഷണൽ എഞ്ചിനീയർ ആവാം, ഡിവിഷണൽ എഞ്ചിനീയർ ആവാം, സീനിയർ ഡിവിഷണൽ എഞ്ചിനീയർ ആവാം. അപ്പോൾ നമ്മുടെ സർവീസ് കാലാവധി അനുസരിച്ച് നമുക്ക് ഏതെങ്കിലുമൊക്കെ പോസ്റ്റിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടാൻ ഉള്ള ഒരു കരിയർ ഗ്രോത്ത് ഉള്ള ഒരു ജോബ് തന്നെയാണ് RRB JEE എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇനി അതിന് ശേഷം ഞാൻ പറഞ്ഞു ഒരു CBT 2 നിങ്ങൾ വൺസ് ക്വാളിഫൈ ആയി നിങ്ങൾക്ക് മാർക്ക് ആ ഒരു കട്ട് ഓഫിനേക്കാളും കൂടുതൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് വിളിക്കും. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നടന്ന് 1-2 ദിവസത്തിനകം തന്നെ മെഡിക്കൽ ടെസ്റ്റിന് നിങ്ങൾ കറസ്പോണ്ടിങ് റെയിൽവേയുടെ തന്നെ ഹോസ്പിറ്റൽസിലേക്ക് നിങ്ങളെ ഡയറക്റ്റ് ചെയ്ത് വിടും. അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ റുട്ടീൻ ബ്ലഡ് ടെസ്റ്റ്, ECG, പിന്നെ ഐ ടെസ്റ്റ് ആണ് മെയിനായിട്ടുള്ളത്. ഇതെല്ലാം ചെയ്യും, എല്ലാ ടെസ്റ്റുകളും ചെയ്യും. അതിൻ്റെ കൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വിഷൻ ടെസ്റ്റാണ്. ബിക്കോസ് നമ്മുടെ ഓരോ പോസ്റ്റിനും പർട്ടിക്കുലർ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കും, A3 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് നമ്മുടെ വിത്ത് ഗ്ലാസ് വിത്തൗട്ട് ഗ്ലാസസ് ആ ഒരു വിഷൻ ടെസ്റ്റിംഗ് ഉണ്ടായിരിക്കും. കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യും. കാര്യം നമുക്കറിയാം സിഗ്നൽസൊക്കെ കളേർഡാണ്. അങ്ങനെയുള്ള ടെസ്റ്റുകൾ ഐ ടെസ്റ്റാണ് നമ്മുടെ മെഡിക്കൽ ടെസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പം അതാത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സോണിൽ ഇപ്പം നമുക്ക് പെർമനൻറ്റ് വേ, സിവിലുകാരെ പറയുകയാണെങ്കിൽ പെർമനൻറ്റ് വേ അല്ലെങ്കിൽ വർക്ക്സ് ആണ് മെയിനായിട്ട് വരിക. ഇതിൽ പെർമനൻറ്റ് വേയുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എത്രയാണെന്ന് നോക്കുക. അപ്പോൾ A3 എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷനിൽ തന്നെ A3 പോയി വായിച്ച് നോക്കുക. എത്രയാണ് നമ്മുടെ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള പവർ അലൗഡ് ആയിട്ടുള്ളതെന്ന് നോക്കുക. അപ്പോൾ അതിൽ കൂടുതലാണ് നിങ്ങളുടെ പവർ എങ്കിൽ നിങ്ങൾ ഇത്രയും പ്രൊസീജിയറിലൂടെ കടന്നു പോയാലും നിങ്ങൾക്ക് ജോലി കിട്ടത്തില്ല, 100% ഉറപ്പാണ്. അപ്പം നമ്മുടെ ആ ഒരു സ്പെക്സ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഒരു പവർ നോക്കിയിട്ട് കറസ്പോണ്ടിങ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം എക്സാം എഴുതി ലിസ്റ്റിൽ വന്നാൽ മതി. കാര്യം വെച്ചാൽ നമ്മൾ അല്ലെങ്കിൽ വെറുതെ ഡിസപ്പോയിൻറ്റഡ് ആയി പോകണ്ട എന്നുള്ളത് വെച്ചിട്ടാണ്. ഓക്കെ,
അപ്പം നമ്മുടെ മെഡിക്കൽ ടെസ്റ്റും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ്. മെഡിക്കൽ ടെസ്റ്റൂടെ കഴിഞ്ഞ് മെഡിക്കലി ഫിറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എടുത്തിട്ട് ഒരു ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എടുക്കും. ഈ മെറിറ്റ് ലിസ്റ്റിനകത്ത് തന്നെ കൺഫേംഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സും ഉണ്ടാവും, വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള കാൻഡിഡേറ്റ്സും ഉണ്ടായിരിക്കും. ആദ്യം കൺഫേംഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നതിന് ശേഷം നിലവിലും വേക്കൻസീസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൺഫേംഡ് കാൻഡിഡേറ്റ്സ് ആരെങ്കിലും മാറിപ്പോവുകയോ നമുക്ക് വരുന്ന സാഹചര്യത്തിലാണ് വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് കാൻഡിഡേറ്റ്സിനെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ RRB JE എക്സാംസിൻ്റെ കാര്യം. നെഗറ്റീവ് മാർക്കിങ്സ് ഉണ്ടായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ RRB JE എക്സാമിൻ്റെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ഞാൻ എനിക്കൊരൊറ്റ കാര്യം മാത്രമേ ഫ്രം മൈ എക്സ്പീരിയൻസ് പറയാനുള്ളൂ. CBT 1 പഠിച്ചു കഴിഞ്ഞ് CBT 2 പഠിക്കരുത്. CBT 1 CBT 2 ഇൻ ഹാൻഡ് പഠിച്ചു കൊണ്ടുപോവുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റൂ. ഇമ്പോർട്ടൻസ് CBT 2 തന്നെയാണ്, CBT 1 ഇല്ല എന്നല്ല പറയുന്നത്. ബട്ട് CBT 1 ക്വാളിഫയിങ് മാർക്ക് എത്തിയാൽ മതി. അതിൽ നിങ്ങൾക്ക് ജസ്റ്റ് ക്വാളിഫയിങ് മാർക്ക് ആണെങ്കിൽ പോലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ. പക്ഷേ അങ്ങനെയല്ല, നമ്മുടെ CBT 2 ക്വാളിഫയിങ് മാർക്ക് ആണെങ്കിൽ ജോലി കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി RRB JE എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ എൻട്രിയുടെ ടെക്നിക്കലി ഉള്ള നമ്മുടെ ടെക്നിക്കൽ നോൺ ടെക്നിക്കൽ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. RRB JEയുടെ കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫോം കൊടുക്കാം, ഫോം ഫില്ല് ചെയ്താൽ മതി. താങ്ക് യു ഓൾ.